ഹായ് ഓൾ, വെൽക്കം ടു മാസ്റ്റർ മൈൻഡ് അക്കാഡമി. എൻ്റെ പേര് ജിജി. 2 ദിവസത്തിനുള്ളിൽ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ വരും. സ്വാഭാവികമായിട്ട് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എക്സാം ഒരു ഡിഗ്രി ലെവൽ എക്സാം ആണ്. അപ്പോൾ ആ എക്സാം വരുമ്പോൾ ബേസിക് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ മനസ്സിലുണ്ടാവും. കുറേ പേര് നേരത്തെ പ്രിപ്പയർ ചെയ്ത് കിട്ടാത്തവരായിരിക്കാം, കുറേ പേര് ആദ്യമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരായിരിക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയിരിക്കും. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നോട്ടിഫിക്കേഷൻ്റെ ബേസിക് ക്വാളിഫിക്കേഷൻ എന്താണ്, ഏജ് ലിമിറ്റ്, സാലറി, അവസാനം വന്ന നോട്ടിഫിക്കേഷൻ, എത്ര പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്, ഇപ്പോൾ എത്ര പേർക്ക് പോയിക്കൊണ്ടിരിക്കുവാണ്, അതുപോലെ തന്നെ അതിന് മുൻപ് എത്ര പേർക്ക് പോയിട്ടുണ്ട് അഡ്വൈസ്, ലാസ്റ്റ് ഇയറിലെ മെയിൻസിൻ്റെ കട്ട് ഓഫ് എത്രയാണ്, പ്രിലിംസിൻ്റെ കട്ട് ഓഫ് എത്രയാണ്, എത്ര പേരാണ് റാങ്ക് ലിസ്റ്റിലുള്ളത്, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും മാസ്റ്റർ മൈൻഡ് അക്കാഡമിയിലേക്ക് സ്വാഗതം. വേറൊരു കാര്യം കൂടി പറയട്ടെ, ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ സെഷൻസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണ് തോന്നുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള ഒരുപാട് എക്സാംസിന്റെ അപ്ഡേറ്റ്സ് നമ്മുടെ ഈ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യണം താല്പര്യമുള്ളവർ ഈ കോൺടാക്ട് നമ്പറിൽ ഒന്ന് വിളിച്ചാൽ മതി. നമുക്ക് കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ പുതിയ ബാച്ച് നമ്മൾ ആരംഭിക്കുകയാണ് ഡിഗ്രി ലെവലിന്. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. കൂടുതൽ ഡീറ്റെയിൽസ് ഇതിൽ വിളിച്ചു നോക്കിയാൽ അറിയും. ഓക്കെ, അപ്പോൾ എന്തായാലും നോക്കാം. കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ആണ് വരുന്നത്. അപ്പോൾ കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ ക്വാളിഫിക്കേഷൻ എന്താണ് വരുന്നത്? ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഗ്രാജുവേഷൻ ഉണ്ടായാൽ മതി. ഏത് ഗ്രാജുവേഷൻ ആണെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾക്കൊരു ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ എന്തായിരുന്നു ഇതിന്റെ ക്വാളിഫിക്കേഷൻ ആയിട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഒരു ഗ്രാജുവേഷൻ ആണ് വേണ്ടത്. ഗ്രാജുവേഷൻ ആണ് ഇതിൽ വേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞു എന്ന് വെച്ചാൽ ഗ്രാജുവേഷൻ മാത്രം മതിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്. എത്ര പെർസെൻറ്റേജ് മാർക്ക് വേണം? അതും വേണ്ട. നിങ്ങളുടെ ഡിഗ്രി പാസ് ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഡിഗ്രി നിങ്ങൾ പാസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഏജ് ലിമിറ്റ് 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയാണ് വരുന്നത്. ഇത് ജനറൽ കാറ്റഗറി അല്ലെങ്കിൽ അൺറിസർവ്ഡ് കാറ്റഗറിക്കാണ് പറയുന്നത്. ഇനി നിങ്ങൾ OBC ആണെങ്കിൽ നിങ്ങൾക്ക് 3 വർഷം റിലാക്സേഷൻ ഉണ്ട്, 3 years റിലാക്സേഷൻ ഉണ്ട്. അപ്പോൾ 36 എന്നുള്ളത് നിങ്ങൾക്ക് 39 വയസ്സ് വരെ എക്സാം എഴുതാൻ സാധിക്കും. ഇനി നിങ്ങൾ SC ST ആണെങ്കിൽ നിങ്ങൾക്ക് 5 വർഷം റിലാക്സേഷൻ ഉണ്ട്. 5 വർഷം റിലാക്സേഷൻ ആണുള്ളത്. അപ്പോൾ 5 വർഷം റിലാക്സേഷൻ എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? നിങ്ങൾക്ക് 39 അല്ല 41 വയസ്സ് വരെ നിങ്ങൾക്ക് എക്സാം എഴുതാൻ സാധിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഏജ് ലിമിറ്റ്, അതുപോലെ തന്നെ ക്വാളിഫിക്കേഷനും വരുന്നത്. ഇനി അടുത്ത നോക്കാം. ഇനി അവസാനം വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ ആണ് ഇവിടെ കിടക്കുന്നത്. 2022 ഇത് അവസാനമായിട്ട് വന്നത്. ഓക്കെ, എപ്പോഴാണ് വന്നത്? 2022 ഫെബ്രുവരിയിലാണ് വന്നത്. അപ്പോൾ ഇതിന്റെ കാറ്റഗറി നമ്പർ എത്രയാണ്? 26/2022 ആണ് ഇതിന്റെ കാറ്റഗറി നമ്പർ. എത്രയാണ്? 26/2022 ആണ്. ഈ എക്സാമിന്റെ പേരെന്താണ്? ഈ എക്സാമിന്റെ പേര് അസിസ്റ്റന്റ് ആണ്. ജൂനിയർ അസിസ്റ്റന്റ്, കാഷ്യർ, അസിസ്റ്റന്റ് ഗ്രേഡ് 2, ക്ലർക്ക് ഗ്രേഡ് 1, ടൈം കീപ്പർ ഗ്രേഡ് 2, സീനിയർ അസിസ്റ്റന്റ്, അതുപോലെ തന്നെ അസിസ്റ്റന്റ്, ജൂനിയർ ക്ലർക്ക് എക്സെട്ര. ഇങ്ങനെയുള്ള പോസ്റ്റുകളിലേക്കാണ് നിങ്ങൾ അപ്പോയിന്റ് ചെയ്യാൻ പോകുന്നത്. ഇനി ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെങ്കിൽ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ഈ പോസ്റ്റുകളിൽ നിങ്ങൾ പോകാൻ പോകുന്നത് നമുക്ക് നോക്കാം. ഒന്ന് കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസ്, അതായത് KSFE-ലേക്ക്, KSEB-ലേക്ക്, KMM-ലേക്ക്, അതായത് കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ്, കെൽട്രോണിലേക്ക്, കേരള സ്റ്റേറ്റ് കാഷ്യൂ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, മലബാർ സിമന്റ്, കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, കേരള അഗ്രോ മെഷീനറി കോർപ്പറേഷൻ, ട്രാവൻകൂർ ടൈറ്റാനിയം പ്രോഡക്ട്സ്, കേരള ലാൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, ഡെവലപ്മെന്റ് അതോറിറ്റീസ് ഇൻ കേരള, കെൽട്രോൺ കോമ്പൗണ്ട് കോംപ്ലക്സ് കണ്ണൂർ, കേരള വാട്ടർ അതോറിറ്റി, കേരള പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ. അപ്പോൾ ഇത്രയുമാണ് എന്തെന്ന് പറയുന്നത് നിങ്ങൾ പോകാൻ പോകുന്ന ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും ഡിപ്പാർട്ട്മെന്റിലേക്കാണ് എക്സാം വിളിക്കാൻ പോകുന്നത്. ഇനി അടുത്തത് ഇനി വേറൊരു ഡൗട്ടാണ്, ഇതിന്റെ സ്കെയിൽ ഓഫ് പേ എത്രയാണെന്ന്. ഇപ്പൊ സാധാരണ ഒരു എക്സാമ്പിൾ നമ്മൾ നോക്കുമ്പോൾ സാലറി എന്തായാലും നമ്മൾ നോക്കുക അല്ലേ. സാധാരണ ഇപ്പോൾ ഡിഗ്രി ലെവൽ ആണെങ്കിൽ 39,000 സംതിങ് ആണ്, 40 അടുപ്പിച്ചാണ് സാലറി കിട്ടുന്നത്. 39,300 ഒക്കെയാണ് ബേസിക് ആയിട്ടുള്ള സാലറി എന്ന് പറയുന്നത്. പ്ലസ് അതിൻ്റെ കൂടെ DA-യും HRA-യും ഒക്കെ ഉണ്ട്. പക്ഷേ നമ്മുടെ കമ്പനി ബോർഡിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം കമ്പനി ബോർഡിന്റെ കോൺട്രിബ്യൂഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ സാലറി അത്യാവശ്യമുണ്ട്. ഇപ്പം എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത്
അവൻ KSFE-യിൽ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ അവന് സ്റ്റാർട്ടിങ്ങിൽ ഇപ്പോൾ കയറിയിട്ട് ഇപ്പോഴും അടുത്തായിട്ടുള്ളൂ, സ്റ്റാർട്ടിങ് സാലറി തന്നെ 60+ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ശരിക്കാട്ടോ, അവൻ പറഞ്ഞിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നതാണ്. 60+ ഉണ്ടായിരുന്നു. ഇനി കുറേ പിടുത്തമൊക്കെ ഉണ്ട്, അതൊക്കെ കയ്യിൽ പിടിച്ച് കഴിഞ്ഞിട്ട് 50+ ഇപ്പോൾ സാലറി കയ്യിൽ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ആദ്യത്തെ മാസം തന്നെ 50+ സാലറി കയ്യിൽ കിട്ടിയെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത്യാവശ്യം സാലറി, ബാക്കിയുള്ള എക്സാംസിനെ നോക്കുമ്പോൾ അത്യാവശ്യം സാലറി ഉള്ള ഒരു പരീക്ഷ തന്നെയാണ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. ഇനി അതാണ് നോട്ടിഫിക്കേഷൻ പറഞ്ഞത്. ഇനി 2017 ഇതിന്റെ മുന്നത്തെ നോട്ടിഫിക്കേഷൻ വന്നത്. 2017 പറയുമ്പോൾ നേരത്തെ പറഞ്ഞതിനെക്കാളും കുറച്ച് കുറവായിരുന്നു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോഴും സ്കെയിൽ ഓഫ് പേ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇനി എത്ര അഡ്വൈസ് പോയി എന്ന് എല്ലാവർക്കും അറിയാൻ ആഗ്രഹം ഉണ്ടാവും. 2024 മാർച്ച് 13-നാണ് 2024 മാർച്ച് 13-നാണ് റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുന്നത്. അപ്പോൾ 2023 മാർച്ച് 13 എന്ന് പറയുമ്പോൾ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി എത്രയായിരിക്കും? 3 വർഷത്തെ കാലാവധിയാണ്. 2025, 6, 7. ഓക്കെ, ഇതാണ് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി. 3 വർഷമാണ്. 2024, 25, 26, 27 അങ്ങനെ 3 വർഷ കാലാവധിയാണ് വരുന്നത്. ഇതുവരെ എത്ര അഡ്വൈസ് പോയിട്ടുണ്ട്? 1635 അഡ്വൈസ് ആണ് പോയിട്ടുള്ളത്. 1635 അഡ്വൈസ് പോയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. 2025 ഒക്ടോബർ 7-ാം തീയതിയാണ് ലാസ്റ്റ് അഡ്വൈസ് പോയിരിക്കുന്നത്. അതായത് ഈ ഒരു സമയമാകുമ്പോഴേക്കും ഒരു 1 ഇയർ കഴിയുമ്പോഴേക്കും എന്തായിരുന്നു, 1 ഇയർ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും 1635 അഡ്വൈസ് ഓൾറെഡി പോയി കഴിഞ്ഞു. ഇതിൽ തന്നെ നമ്മൾ അൺറിസർവ്ഡ് കാറ്റഗറിയിൽ തന്നെ 1327-ാമത്തെ റാങ്കിലുള്ള ഒരാൾക്ക് എന്ത് കിട്ടിയിരിക്കുന്നുണ്ട്? അഡ്വൈസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത്യാവശ്യം അഡ്വൈസ് ഇതിൽ പോയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. ഇനി അപ്പൊ നമുക്ക് വേറെ ഡൗട്ട് ഉണ്ടാവും, അതിന് മുമ്പ് എത്ര പേരെ വിളിച്ചു റാങ്ക് ലിസ്റ്റിൽ നിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2017 നമ്മളൊരു നോട്ടിഫിക്കേഷൻ വന്നു എന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുന്നത് 2019 ഡിസംബർ 31-നാണ്. അപ്പൊ 2019 എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് എത്ര വരെ? 19, 20, 21, 22 അല്ലെ? ലിസ്റ്റ് ക്യാൻസൽ ആവുന്ന എന്തായിരുന്നു? 2022 ഡിസംബർ 31-ന് ലിസ്റ്റ് ക്യാൻസൽ ആവാണ് ചെയ്തിട്ടുള്ളത്. 3 വർഷം. ഈ 3 വർഷത്തിനുള്ളിൽ 3883 പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. 3883 പേർക്ക് അഡ്വൈസ് ഇവിടെ പോയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ജനറൽ കാറ്റഗറി നമ്മൾ നോക്കുവാണെങ്കിൽ 3216 വരെ അഡ്വൈസ് ജനറൽ കാറ്റഗറിയിൽ തന്നെ പോയിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്ന് ST-കാർക്ക് 91 വരെ പോയിട്ടുണ്ട്. മുസ്ലിം സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്ന് 134 വരെ പോയിട്ടുണ്ട്. SC സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്ന് 239 വരെ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ LCAA സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്ന് 79 വരെ പോയിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്ന് എന്തായിരുന്നു എടുത്തിട്ടുണ്ട്? SSCA, നാടാർ, അതിനൊക്കെ കുറെ സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്ന് എടുത്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക കേട്ടോ. അപ്പൊ ഇത്രയാണ്. അപ്പൊ അത്യാവശ്യം നല്ല അഡ്വൈസ് പോയിട്ടുള്ള ഒരു പോസ്റ്റ് ആണ് ഇതെന്ന് പറയുന്നത്. ഇനി അടുത്തത് ഇതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്? മൊത്തം 100 മാർക്കാണെന്ന് അറിയാം. ഹിസ്റ്ററിക്ക് 10 മാർക്കാണ് വരുന്നത്. ഹിസ്റ്ററിക്ക് 10 മാർക്ക്, ജിയോഗ്രഫിക്ക് 5 മാർക്ക്, എക്കണോമിക്സിന് 5 മാർക്ക്, സിവിക്സിന് 5 മാർക്ക്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് 5 മാർക്ക്, ആർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ ആൻഡ് സ്പോർട്സിന് 10 മാർക്ക്, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടറിന് 5 മാർക്ക്, സയൻസ് ആൻഡ് ടെക്നോളജിക്ക് 5 മാർക്ക്, സിമ്പിൾ അരിത്തമെറ്റിക്, മെന്റൽ എബിലിറ്റി, റീസണിങ്ങിന് 20 മാർക്കാണ് വരുന്നത്, ഇംഗ്ലീഷിന് 20 മാർക്കാണ് വരുന്നത്, മലയാളത്തിന് 10 മാർക്ക്. അപ്പൊ ഒന്ന് ആലോചിക്കുക, നിങ്ങൾ പ്രിലിംസ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നവരാണെങ്കിൽ ഇംഗ്ലീഷ്, മലയാളം, മാത്സ് ഇത് വിടരുത്. 50 മാർക്കാണ് ഇംഗ്ലീഷ്, മലയാളം, മാത്സ് മാത്രം കൂടി ചേർന്ന് കഴിഞ്ഞാൽ. സോ ഒരു പ്രത്യേക രീതിയിൽ പഠിക്കുവാണെങ്കിൽ നമുക്ക് പ്രിലിംസ് ഒക്കെ സുഖമായിട്ട് ക്രാക്ക് ചെയ്യാം. എങ്ങനെ പഠിക്കണമെന്ന് വേറൊരു വീഡിയോയിൽ നമ്മൾ പറയാം കേട്ടോ. ഇനി അടുത്തത് ലാസ്റ്റ് വർഷത്തെ കട്ട് ഓഫ് നമുക്ക് നോക്കാം. അപ്പൊ 26/2022 കാറ്റഗറി നമ്പർ അവസാനം നടന്ന പരീക്ഷയിലെ പ്രിലിംസിന്റെ കട്ട് ഓഫ് എത്രയായിരുന്നു? 39.0776 ആണ്. എത്രയായിരുന്നു? 39.0776 ആയിരുന്നു പ്രിലിംസിന്റെ കട്ട് ഓഫ്. അപ്പൊ ഇപ്പൊ ഇത്രയും കട്ട് ഓഫ് തന്നെ വരുന്ന പ്രതീക്ഷിക്കാൻ പറ്റില്ല കേട്ടോ. നമ്മൾ എപ്പോഴും 60+ ആണ് നമുക്ക് മാർക്ക് പ്രതീക്ഷിക്കേണ്ടത്. കട്ട് ഓഫ് കുറഞ്ഞാൽ കുഴപ്പമില്ല, പഠിക്കുന്നൊന്നും വേസ്റ്റ് ആവില്ല, മെയിൻസിന് ഉപയോഗിക്കാം. ഇനി മെയിൻസിന്റെ കട്ട് ഓഫ് എത്രയായിരുന്നു? 43.33 ആയിരുന്നു. എത്രയായിരുന്നു? 43.33 ആയിരുന്നു മെയിൻസിന്റെ കട്ട് ഓഫ്. 2022
കാറ്റഗറി നമ്പർ 26/2022 റാങ്ക് ലിസ്റ്റിൽ എത്ര പേരെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു? 3763 പേരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 3763 പേരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ തന്നെ പകുതിയോളം പേർക്ക് എന്തായിരുന്നു? ജോലിയും ഇപ്പോൾ അഡ്വൈസും പോയിട്ടുണ്ട് എന്നാണ് നമ്മൾ കാണിച്ചെന്നല്ലോ. ഞാൻ വെറുതെ പറയല്ല, നിങ്ങൾക്ക് കാണിച്ചെന്നല്ലോ. അഡ്വൈസും പോയിട്ടുണ്ട്. അപ്പോൾ 2027 ആകുമ്പോഴേക്കും, അതായത് 2027 ഫെബ്രുവരിയിലാണ് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കുന്നത്. മാക്സിമം ഉള്ള ആൾക്കാർക്ക് ജോലി കിട്ടും. ഓക്കെ, അതാണ് നമ്മൾ നേരത്തെ നോക്കിയപ്പോൾ. അതിന് മുൻപ് 3800 സംതിങ് ആൾക്കാർക്ക് ജോലി കിട്ടി, അഡ്വൈസ് പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റാങ്ക് ലിസ്റ്റ് ഫുള്ളും ചിലപ്പോൾ തീർക്കാനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത് കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. വീണ്ടും അടുത്തൊരു സെഷനിൽ നമുക്ക് കാണാം. അപ്പോൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ മറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഒന്നുകൂടി പറയുകയാണ്, ഇതുപോലുള്ള എല്ലാ എക്സാം അപ്ഡേറ്റ്സും നിങ്ങളുടെ ഈ ചാനലിൽ കിട്ടും. ഇത് നമ്മുടെ ചാനലാണ്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും താഴെ കമൻറ്റ് ചെയ്യുക. കോഴ്സസിന് വേണ്ടിയിട്ട് ഈ നമ്പറിലൊന്ന് കോൺടാക്റ്റും കൂടി ചെയ്യണേ. ഈ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി, നിങ്ങൾക്ക് കോഴ്സിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കിട്ടും. ഓക്കെ, ഫൈൻ, ബൈ.